ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡിഗ്രി പ്രിലിംസിന് മാത്രമല്ല, അതിന് ശേഷം വരുന്ന കമ്പനി ബോർഡ് എക്സാമുകൾക്കായാലും വളരെ അത്യാവശ്യമായ ഒരു ടോപ്പിക്കാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, അവർ തുടങ്ങിയ വർഷങ്ങൾ, അതുപോലെ ഇത് നേതാക്കന്മാർ, ചെയർമാൻമാർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് കേരള സാഹിത്യ അക്കാദമി യെക്കുറിച്ച് നോക്കാം. കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15 അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സർക്കാരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത് 1956 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി. 1956 ഒക്ടോബർ 15 തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് തിരുവിതാംകൂർ കൊച്ചി രാജപ്രമുഖൻ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. 1958 അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സാഹിത്യ ചക്രവാളം. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. 1958 അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. അതിൻ്റെ പ്രസിദ്ധീകരണമാണ് സാഹിത്യ ചക്രവാളം. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. 1958 ഏപ്രിൽ 26 തൃശ്ശൂരിലാണ് ഇത് സ്ഥാപിതമായത്. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇതിൻ്റെ മുഖമാസിക കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളിയാണ്. ഒന്നുകൂടെ നോക്കാം. 1958 ഏപ്രിൽ 26 തൃശ്ശൂരിൽ സ്ഥാപിതമായി. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. മുഖമാസിക കേളി. കേരള ലളിതകലാ അക്കാദമി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. 1962 തൃശ്ശൂരിലെ ചെമ്പുകാവ് ആസ്ഥാനമായിട്ടാണ് ഇത് സ്ഥാപിതമായത്. ആദ്യ ചെയർമാൻ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജയാണ്. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1962 തൃശ്ശൂരിലെ ചെമ്പുകാവ് ആസ്ഥാനമായി സ്ഥാപിതമായി. ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജ. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി. 1995 ജൂൺ 28 ഇത് സ്ഥാപിതമായത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ചിറക്കലിലാണ്. ഇതിൻ്റെ പ്രസിദ്ധീകരണം കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. ആദ്യ ചെയർമാൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ള. ഇപ്പോഴത്തെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി 1995 ജൂൺ 28 സ്ഥാപിതമായി. കണ്ണൂർ ചിറക്കലിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസിദ്ധീകരണം പൊലി. ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ള. ഇപ്പോഴത്തെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സെപ്റ്റംബർ 16 സ്ഥാപിതമായി. ആസ്ഥാനം നളന്ദ, തിരുവനന്തപുരം. പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളി. നിലവിലെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡയറക്ടർ ഡോക്ടർ M സത്യൻ. അതായത് മുഖ്യമന്ത്രി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ ആയിരിക്കുക കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമ്മുടെ എക്സാം അടുത്ത മാസം വരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കാം. 1968 സെപ്റ്റംബർ 16 ഇത് സ്ഥാപിതമായത്. ആസ്ഥാനം നളന്ദയാണ്. പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളിയാണ്. അപ്പോൾ ചെയർമാൻ മുഖ്യമന്ത്രിയും ഡയറക്ടർ ഡോക്ടർ M സത്യനും. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 സ്ഥാപിതമായി. പ്രസിദ്ധീകരണം തളിര്. അപ്പോൾ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. സജി ചെറിയനാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. പ്രമുഖ ബാലസാഹിത്യകാരനായ പള്ളിയറ ശ്രീധരനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. അപ്പോൾ 1981 സ്ഥാപനം സ്ഥാപിതമായത്. അപ്പോൾ ചെയർമാൻ ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. സജി ചെറിയനാണ്. ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. പ്രസിദ്ധീകരണം തളിരാണ്. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ 1970 നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവനാണ് 1970 നിലവിൽ വന്നത്. ഭാരത് ഭവൻ നിലവിൽ വന്നത് 1984 സാംസ്കാരിക വകുപ്പ് മന്ത്രിയും
ചെയർമാനായിട്ടും അതുപോലെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമാണ് ഭാരത് ഭവൻ്റെ ചെയർമാൻ ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി, സെക്രട്ടറി, അതായത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാനും. ഭരണസമിതിയിലെ അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് ആരാണ്? സർക്കാരാണ്. ഇനി കേരള കലാമണ്ഡലം 1927 കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ആദ്യം 1927 കേരള കലാമണ്ഡലത്തെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. 1930 നവംബർ 9 കലാമണ്ഡലത്തിന് ആരംഭം കുറിച്ചത്. 1930 നവംബർ 9. ഇതിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ്. 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. ഇതിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായാണ്. വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. അപ്പോൾ കേരള കലാമണ്ഡലം 1927 അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. 1930 നവംബർ 9 കലാമണ്ഡലത്തിന് ആരംഭം കുറിച്ചു. 1957 ഇതിനെ കേരള സർക്കാർ ഏറ്റെടുത്തു. ഇപ്പോഴത്തെ ചാൻസലർ മല്ലിക സാരാഭായും വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനുമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 ഇത് സ്ഥാപിതമായത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ് ഇപ്പോഴത്തെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 ജൂൺ 23 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 ജൂലൈ 23 പ്രവർത്തനം ആരംഭിച്ചത്. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ കെ മധുവാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം ആരംഭിച്ചത് 1995. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥാപിച്ചത് 1995. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മലയാളം മിഷൻ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പുരസ്കാരങ്ങൾ നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ 2025 സാഹിത്യത്തിനുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ് കേരള സർക്കാരിൻ്റെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇതിൻ്റെ ആദ്യത്തെ ജേതാവിന് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അപ്പോൾ 2025 ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. KG ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. 1993 തുടങ്ങി 2024 ചോദിക്കുകയെന്ന് പറഞ്ഞാൽ NS മാധവനാണ് എന്തിൽ നൽകി തുടങ്ങിയത്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. അടുത്തത് വയലാർ പുരസ്കാരം 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സന്തോഷ് കുമാറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹത്തിന് 2025 2 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് വയലാർ അവാർഡും അതുപോലെ തന്നെയാണ് മലയാറ്റൂർ പുരസ്കാരവും ലഭിച്ചത് സന്തോഷ് കുമാറിന് തന്നെയാണ്. രണ്ടും ഏത് നോവലിനായിരുന്നു? തപോമയുടെ അച്ഛൻ എന്ന നോവലിനായിരുന്നു. അപ്പോൾ വയലാർ പുരസ്കാരം 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വയലാർ പുരസ്കാരം നൽകി വരുന്നത്. 1977 വയലാർ രാമവർമ്മ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ സന്തോഷ് കുമാറിനാണ് തപോമയുടെ അച്ഛൻ എന്ന നോവലിന് 2025 എന്ത് ലഭിച്ചത്? വയലാർ പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം 2024 ഓടക്കുഴൽ അവാർഡ് ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1968 മുതലാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. 2024 ഗോപ എന്ന നോവലിന് കെ അരവിന്ദാക്ഷനും 2025 EP രാജഗോപാലിന് കഥാവിമർശനമായ ഉൾക്കഥയ്ക്കുമാണ് ലഭിച്ചത്. അപ്പോൾ 2025 ആർക്കാ ലഭിച്ചത്? ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലനാണ് ലഭിച്ചത്. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം
ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ പ്രൊഫസർ KP ശങ്കരനാണ് ലഭിച്ചത്. അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ KP ശങ്കരനാണ് എന്ത് ലഭിച്ചത്? ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ജ്ഞാനപീഠം. 2025 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2025 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 2025 ജ്ഞാനപീഠം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹം ഒരു ഹിന്ദി എഴുത്തുകാരനാണ്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാളികളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് 1965 ആ ആദ്യ പുരസ്കാരത്തിന് അർഹനായത് മലയാളി കവിയായ G ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കൃതിയാണ് ആദ്യ ജ്ഞാനപീഠം അവാർഡ് നേടിയത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ ജ്ഞാനപീഠം 1965 ആർക്ക് കിട്ടിയത്? ഒരു മലയാളിയായ G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി രണ്ടാമത് ലഭിച്ച മലയാളി ആരാണ്? SK പൊറ്റക്കാടാണ്. 1980 അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി മൂന്നാമത് ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. 1984 കയർ എന്ന കൃതിക്ക്. നാലാമത് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്ക് 1995 ലഭിച്ചത്. അഞ്ചാമത് ONV കുറുപ്പിന് 2007. ആറാമത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 ലഭിച്ചത്. 6 പേർക്കാണ് ഇതുവരെ മലയാളത്തിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 6 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. G ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ലഭിച്ചത്. മലയാളികളെ ചോദിക്കുന്ന പോലെ തന്നെ ആദ്യ വനിതയും ചോദിക്കും. അപ്പോൾ ആദ്യ വനിത ആരാണ് പറഞ്ഞാൽ ബംഗാളി എഴുത്തുകാരിയായ ആശാ പൂർണദേവിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അടുത്തത് NGS പുരസ്കാരം. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ NGS പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ഗോപാലൻകുട്ടിക്കാണ്. ആർക്കാണ്? ഡോക്ടർ K ഗോപാലൻകുട്ടിക്കാണ്. ഇനി കേരള പുരസ്കാരങ്ങൾ നോക്കാം അല്ലെ. വിവിധ മേഖലയിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. അപ്പോൾ അതിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസ ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. ഈ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് കാർഷിക മേഖലയിൽ PB അനീഷിനും അതുപോലെ കലയിൽ രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത്. കേരള ശ്രീ പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചു? മാധ്യമ പ്രവർത്തനം മേഖലയിൽ ശശികുമാറിനും, വിദ്യാഭ്യാസ മേഖലയിൽ ഷഹൽ ഹസൻ മുസ്ലിയാർക്കും, സംരംഭം എന്ന മേഖലയിൽ MK വിമൽ ഗോവിന്ദിനും, ഇൻഫ്ലുവൻസർ എന്ന മേഖലയിൽ ജിലു മോൾ മാരിയറ്റ് തോമസിനും, കായിക മേഖലയിൽ അഭിലാഷ് ടോമിക്കുമാണ് കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഇനി ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ്. ദീപ ബാസ്തിയാണ് ഇംഗ്ലീഷിലേക്ക് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ കന്നഡ കൃതിയാണ് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത്. അടുത്തത് JCB സാഹിത്യ പുരസ്കാരം. JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. 2024 അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 25 ലക്ഷം രൂപയാണ് സമ്മാന തുക. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനും. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനുമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കവിയും ഗാനരചയിതാവുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ്. 2025 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് പറഞ്ഞു. പുതുതലമുറ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് സലിം മാങ്കുഴിയുടെ
ആനന്ദലീല എന്ന നോവലിനാണ് ലഭിച്ചത്. എന്ത്? പുതുതലമുറ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് സലീം മാങ്കുഴിയുടെ ആനന്ദലീല എന്ന നോവലിനാണ് ലഭിച്ചത്. അടുത്തത് ബഷീർ പുരസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാം ബഷീർ പുരസ്കാരം കവി PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. ആർക്കാണ്? കവി PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്നതിനാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? PN ഗോപികൃഷ്ണന് ലഭിച്ചത്. അത് 2025 പറയുന്നത്. ഇനി 2026 ആർക്കാണ് കിട്ടിയത് പറഞ്ഞാൽ S ഹരീഷിനാണ്. നൂൽപ്പുഴ എന്ന നോവലിനാണ്. നൂൽപ്പുഴ എന്ന നോവലിന് 2026 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനാണ്. ഇത് നൽകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 2008 മുതലാണ് ബഷീർ സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ 2026 S ഹരീഷിനും 2025 PN ഗോപികൃഷ്ണനുമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഹരിവരാസനം പുരസ്കാരം. 2025 ഹരിവരാസനം പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം പുരസ്കാരം 2023 ലഭിച്ചത് KP ശങ്കരനാണ്. 2023 അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP ശങ്കരനാണ് ലഭിച്ചത്. 2021 ഇത് ഏർപ്പെടുത്തിയത്. 2023 KP ശങ്കരന്. 2021 ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. ഇനി ബാലാമണി അമ്മ പുരസ്കാരം. ഇത് നൽകുന്നത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയാണ്. 2004 മുതലാണ് ബാലാമണി അമ്മ പുരസ്കാരം നൽകി തുടങ്ങിയത്. 2024 ലഭിച്ചത് ചാത്തനാഥ അച്യുതനുണ്ണിക്കും. 2025 ഇമ്പോർട്ടൻ്റ് 2025 ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MM ബഷീറിനാണ്. 2025 ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MM ബഷീറിനാണ്. അടുത്തത് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. 2024 ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? VM ഗിരിജയ്ക്കാണ്. 2025 ലഭിച്ചത് പ്രൊഫസർ KV രാമകൃഷ്ണനാണ്. പ്രൊഫസർ KV രാമകൃഷ്ണനാണ് ലഭിച്ചത്. ഇനി അയ്യപ്പൻ കവിതാ പുരസ്കാരം. അതിൽ നമ്മൾ പറഞ്ഞു ആശാൻ സ്മാരക പുരസ്കാരം നൽകി തുടങ്ങിയത് 1985 മുതലാണ്. ഇനി അയ്യപ്പൻ കവിതാ പുരസ്കാരം. അയ്യപ്പൻ കവിതാ പുരസ്കാരം 2026 ലഭിച്ചത് PA നാസിമുദ്ദീനാണ്. PA നാസിമുദ്ദീൻ. ദൈവത്തിനൊപ്പം ഒരു പിക്നിക് എന്ന കൃതിക്കാണ് PA നാസിമുദ്ദീന് 2026 അയ്യപ്പൻ കവിതാ പുരസ്കാരം ലഭിച്ചത്. അയ്യപ്പൻ കവിതാ പുരസ്കാരം ലഭിച്ചത് നാസിമുദ്ദീനാണ്. 2025 ലഭിച്ചത് TP വിനോദിനാണ്. TP വിനോദിനാണ് 2025 ലഭിച്ചത്. അടുത്തത് ചെറുകാട് പുരസ്കാരം. ചെറുകാട് പുരസ്കാരം 2025 ലഭിച്ചത് ഏഴാഞ്ചേരി രാമചന്ദ്രനും. 2024 ലഭിച്ചത് ഇന്ദ്രൻസിനുമാണ്. ഇന്ദ്രധനുസ് എന്ന കൃതിക്കാണ് ഇന്ദ്രൻസിന് 2024 ലഭിച്ചത്. അപ്പോൾ ചെറുകാട് പുരസ്കാരം 2025 ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഏഴാഞ്ചേരി രാമചന്ദ്രനാണ് ലഭിച്ചത്. എടശ്ശേരി പുരസ്കാരം 2025 ലഭിച്ചത് ഗിരീഷ് കളത്തിലിനാണ്. 2025 എടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ഗിരീഷ് ചന്ദ്രനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 ലഭിച്ചത് N പ്രഭാകരനാണ്. മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 ലഭിച്ചത് N പ്രഭാകരനാണ്. N പ്രഭാകരൻ. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചോദിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ശ്രീജിത്ത് മൂത്തേടത്താണ്. ശ്രീജിത്ത് മൂത്തേടത്ത്. മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ നൽകുന്ന മുട്ടത്ത് വർക്കി പുരസ്കാരം 1992 ഇത് കൊടുത്തു തുടങ്ങിയത്. 2018 KR മീരക്കും 2019 ബെന്യാമിനുമാണ് എന്ത് ലഭിച്ചത്? മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. OV വിജയൻ പുരസ്കാരം 2024 ലഭിച്ചത് കൂഴൂർ വിൽസണിനാണ്. വള്ളത്തോൾ പുരസ്കാരം 2018 M മുകുന്ദനും 2019 സക്കറിയയ്ക്കുമാണ് ലഭിച്ചത്. 2018 M മുകുന്ദനും 2019 സക്കറിയയ്ക്കുമാണ് ലഭിച്ചത്. തകഴി പുരസ്കാരം 2025 ലഭിച്ചത് സേതുവിനാണ്. ഹരിവരാസനം പുരസ്കാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2026 ലഭിച്ചത് ആർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2025 ഹരിവരാസനം പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്?
കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചു എന്നാണല്ലേ പറഞ്ഞത്. ഹരിവരാസനം പുരസ്കാരം 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചു. 2026 തിരുവിഴ ജയശങ്കറിനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. തിരുവിഴ ജയശങ്കറിനാണ്. ONV 2025 പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അതുപോലെ ജ്ഞാനപ്പാന 2026 അവാർഡ് ലഭിച്ചത് വൈക്കം രാമചന്ദ്രനാണ്. 2026 അവാർഡ് ലഭിച്ചത് വൈക്കം രാമചന്ദ്രനാണ്. അതുപോലെ മലയാറ്റൂർ പുരസ്കാരം നമ്മൾ പറഞ്ഞു 2025 ലഭിച്ചത് ആർക്കാണെന്നാണ് പറഞ്ഞത്, ഈ സന്തോഷ് കുമാറിനാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ 2026 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2025 കേരള ജ്യോതി പത്മ പുരസ്കാരങ്ങളെ പോലെയുള്ള കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ അവാർഡുകൾ പറഞ്ഞു അല്ലേ. അതുപോലെ പത്മ പുരസ്കാരങ്ങൾ പത്മവിഭൂഷൺ 2025 ആർക്കൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചു പറഞ്ഞാൽ മൊത്തം 139 പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ പത്മവിഭൂഷൺ മലയാളിയായ MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ മലയാളി നടിയായ ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. PR ശ്രീജേഷ്, കായിക താരം PR ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട്. മലയാള താരത്തിന്റെ പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പത്മശ്രീ അതുപോലെ മലയാളികളായ ഫുട്ബോൾ താരമായ MM വിജയന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടി എന്നിവർക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞതും അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. പുരസ്കാരങ്ങൾ പറഞ്ഞു, നമ്മൾ സാംസ്കാരിക സംഘടനകളെ കുറിച്ചിട്ടും അവ തുടങ്ങിയ വർഷം അല്ലെങ്കിൽ അവ സ്ഥാപിതമായ വർഷത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇനി തുടർന്ന് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.